ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരാട്ടോ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻഫോനോട്ടിൻ്റെ കമ്പനിയിൽ വരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് വന്നതാണ്. കുറേ ആളുകൾ ചോദിക്കാറുണ്ട് നാട്ടിൽ നിന്ന്, നിങ്ങൾക്ക് നാട്ടിൽ സോഫ്റ്റ്വെയർ ഉണ്ടോ, അല്ലെങ്കിൽ കേരളത്തിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ സെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. നമ്മുടെ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ സർവീസാണ് നമ്മുടെ ഈ ഓഫീസ് ചെയ്യുന്നത്? നമുക്ക് പല സർവീസ് വരുന്നുണ്ട്. നമുക്ക് വെബ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, പിന്നെ കസ്റ്റം ഇ കോമേഴ്സ് ഇന്റഗ്രേറ്റഡ് വിത്ത് ERP വരുന്നുണ്ട്, പിന്നെ ബിസിനസ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അതായത് ERP എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ വെഞ്ചേഴ്സിനും വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് ഹെൽപ്പ്. നമുക്കിപ്പോൾ എന്തെങ്കിലും അക്കൗണ്ടിങ് ബേസ്ഡ് ആയിട്ട് നമുക്കൊരു ഹെൽപ്പ്, അതാണ് ERP വെച്ച് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വാൻസെയിൽ വരുന്നുണ്ട്. വാൻസെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ERP ഇന്റഗ്രേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, വാൻസെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വാനിൽ പോകുന്ന ഒരാളെ സ്റ്റോക്കിന്റെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. പിന്നെ വരുന്നത് റെസ്റ്റോറന്റ് ആപ്ലിക്കേഷൻ ആണ്. റെസ്റ്റോറന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് റെസ്റ്റോറന്റ് വീട്ടിലെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് എങ്ങനെ വരുന്നത്? നമുക്ക് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ വൺ ടൈം പേയ്മെന്റ് തന്നെയാണ്. നമുക്ക് സോഫ്റ്റ്വെയർ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം ആയിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഫ്രീ തന്നെയാണ് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതിനൊരു AMC എമൗണ്ട് വരുന്നുണ്ട്. അത് 1 ഇയറിലേക്കുള്ള സപ്പോർട്ടിംഗ് ചാർജ് ആണ്. അത് നമുക്ക് AMC ഇല്ലാണ്ട് തന്നെ എടുക്കാം. പക്ഷെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിലോ ഒരു സർവീസിൽ വേണമെങ്കിൽ പിന്നെ ആസം സർവീസ് എമൗണ്ട് തരേണ്ടി വരും. AMC എടുക്കുന്നതാണെങ്കിൽ ആ ഒരു സർവീസ് എമൗണ്ട് ഉണ്ടാവില്ല, അത് ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ ക്ലൗഡ് സോഫ്റ്റ്വെയർ ആകുമ്പോൾ സ്റ്റോറേജ് 2 രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് ഓഫ്ലൈൻ സ്റ്റോറേജും വരുന്നുണ്ട്, ഒന്ന് ക്ലൗഡ് സ്റ്റോറേജും വരുന്നുണ്ട്. ക്ലൗഡ് സ്റ്റോറേജ് ആണെങ്കിൽ ഇയർലി ഒരു സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഉണ്ടാവും. അത് നമുക്കുള്ളതല്ല, പ്യൂർലി നമ്മൾ ആ ഒരു ക്ലൗഡിന് കൊടുക്കുന്ന ചാർജ് ആയിരിക്കും. ഈ സോഫ്റ്റ്വെയർ കസ്റ്റമൈസ്ഡ് അല്ലേ? തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ സോഫ്റ്റ്വെയർ മാത്രമല്ല, നമുക്ക് വെബ് ആപ്ലിക്കേഷനിലായാലും മൊബൈൽ ആപ്ലിക്കേഷനിലായാലും ERP-ലായാലും പ്യൂർലി കസ്റ്റമൈസബിൾ സോഫ്റ്റ്വെയർ തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് റിക്വയർമെന്റ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് അഡീഷണൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. കേരളത്തിൽ പല ജില്ലകളിലും ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ GCC-യിലായാലും. ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസും കൂടുതൽ കാര്യങ്ങളും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി.